കോൺഗ്രസ് സഖ്യം അജണ്ടയിലില്ലെന്ന് വ്യക്തമാക്കി CPI കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ. ഇടത് ബദൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന BJPയുടെ വളർച്ചയിൽ ആശങ്കയുണ്ടെന്നും RSPയെ മുന്നണിയിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ദേശീയ സെക്രട്ടറി സുധാകർ റെഡ്ഡി പറഞ്ഞു. അതേസമയം CPIക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് സമീപിക്കാം എന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. വീക്ഷണത്തിന്റെ മുഖപ്രസംഗവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രസ്താവനയും ഗൗരവത്തോടെ കാണുന്നില്ലെന്ന് പ്രതികരിച്ച CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ CPI മെലിഞ്ഞുവെന്ന വീക്ഷണ മുഖപ്രസംഗത്തിലെ പരിഹാസത്തിന് ഇങ്ങനെ മറുപടി നൽകി. കോൺഗ്രസുമായിട്ടൊരു ബന്ധം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ അജണ്ടയിലില്ല. പിന്നെ ഞങ്ങൾ മെലിഞ്ഞുപോയി എന്ന് അവർ സഹതാപം അവരുടെ കണ്ണാടി എടുത്ത് നോക്കട്ടെ. 3-ൽ 2-ഉം 4-ൽ 3-ഉമെല്ലാം ഭൂരിപക്ഷമുണ്ടായിരുന്ന ഇന്ത്യൻ പാർലമെൻറ്റിൽ ഔദ്യോഗിക പ്രതിപക്ഷം പോലും ആകാൻ കഴിയാത്ത കോൺഗ്രസ് 44 സീറ്റുമായി നിൽക്കുമ്പോൾ ഞങ്ങളോട് കാണിച്ച സഹാനുഭൂതിക്ക് നന്ദിയുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതേസമയം കോൺഗ്രസുമായി സഖ്യത്തിലെന്ന് വ്യക്തമാക്കിയ CPI ദേശീയ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി കേരളത്തിലെ BJPയുടെ വളർച്ച ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ആഴത്തിലുള്ള പരിശോധന തന്നെ LDF നടത്തണമെന്നും റിപ്പോർട്ടറോട് പറഞ്ഞു. Misdeeds and corruption that made them alienated from the masses of the country and paved the way for the BJP to come to power at the center. So why should we join? We cannot join either in Kerala or anywhere. We are part of the left front. അതേസമയം CPIയെ UDFിലേക്ക് ക്ഷണിക്കുന്നുണ്ടെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. ഞാൻ പൊതുവെ സ്വീകരിക്കുന്ന ഒരു സമീപനം ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ആർക്കെങ്കിലും വരണമെന്ന് തോന്നുന്ന സമയത്ത് അറിയിച്ചാൽ ഞങ്ങൾ വേണ്ടത് ചെയ്യും. അതാണ് നമ്മുടെ ഒരു പോളിസി. റിപ്പോർട്ടർ, ദില്ലി. ചർച്ചയിൽ ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ PM മനോജ് തിരുവനന്തപുരത്ത് നിന്ന്, കോൺഗ്രസ് വക്താവ് അജയ് തറയിൽ കൊച്ചിയിൽ നിന്ന്, മുസ്ലിം ലീഗ് MLA KNA ഖാദറും CPI അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരിയും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ സത്യൻ മൊകേരി, കോൺഗ്രസുമായുള്ള ബാന്ധവം ഇപ്പോൾ അജണ്ടയിലില്ല എന്ന് CPI വ്യക്തമാക്കുമ്പോഴും ഇനി അജണ്ടയിൽ ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJPയെയാണ് മുഖ്യ ശത്രുവായി CPI അടക്കമുള്ള കക്ഷികൾ കാണുന്ന നിലയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ തീവ്ര വലതുപക്ഷത്തിനെതിരെയുള്ള ഐക്യമുന്നണി എന്നുള്ള നിലയിൽ കോൺഗ്രസുമായുള്ള ബാന്ധവം ഇനി അജണ്ടയിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുകയില്ലല്ലോ. CPIയുടെ നയം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ 22ാം പാർട്ടി കോൺഗ്രസ് പോണ്ടിച്ചേരിയിൽ നടന്ന് അവിടെ അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം വളരെ വിശദമായി നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രമേയത്തിൽ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെയും BJPയും നയങ്ങൾക്കെതിരായി കോൺഗ്രസിന്റെ നവലിബറൽ നയങ്ങൾ 2ാം UPA കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള നവലിബറൽ നയങ്ങൾ നമ്മുടെ രാജ്യത്ത് വരുത്തി വെച്ചിട്ടുള്ള ദുരിതങ്ങൾ, ആ ദുരിതങ്ങൾ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. ആ നയം തന്നെയാണ് BJPയും തുടരുന്നത്. ഈ രണ്ട് നയങ്ങൾക്കുമെതിരായി ഒരു ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഓൾട്ടർനേറ്റീവ് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളാണ് CPI ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ചണ്ഡീഗഡിൽ നിന്ന് നാഷണൽ കൗൺസിൽ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. നാഷണൽ കൗൺസിൽ അതിന്റെ ഓപ്പറേറ്റീവ് പാർട്ടാണ് ചർച്ച ചെയ്തത്. വളരെ വിപുലമായ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ആകെ തന്നെ യോജിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെയും BJPയുടെ നയങ്ങൾക്കെതിരായ വലിയ സമരം വളർന്നു വരികയാണ്. അത്തരമൊരു ഘട്ടത്തിൽ കോൺഗ്രസുമായിട്ടുള്ള യോജിപ്പിന്റെ പ്രസക്തിയെ കോൺഗ്രസുമായുള്ള യോജിപ്പിന് ഇപ്പോൾ പ്രസക്തിയില്ല എന്നുള്ളത് തന്നെയാണ് CPIയുടെ നിലപാട്. ശ്രീ KNA ഖാദർ, UDFിന്റെ മേഖലാ ജാഥകൾ നടക്കുമ്പോൾ തന്നെ ലീഗാണ്, KPM മജീദാണ് CPIയെ ആവർത്തിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. CPI UDFിൽ വരാൻ ലീഗിന് എന്താണ് ഇത്ര താല്പര്യം? ലീഗ് പ്രത്യേകമായ താല്പര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഐക്യജനാധിപത്യ മുന്നണി കൂടുതൽ ശക്തിപ്പെടണമെന്നും ദീർഘകാലം കേരളത്തിൽ നിലനിൽക്കണമെന്നും ഐക്യജനാധിപത്യ മുന്നണി ആരംഭിച്ചിട്ടുള്ള വികസന പ്രക്രിയ അഭംഗുരം തുടരണമെന്നും നന്നായി ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട KPA മജീദ് സാഹിബ് ഈ CPI പോലുള്ള ഒരു പാർട്ടി ഐക്യജനാധിപത്യ മുന്നണിയിൽ വരുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വീക്ഷണം ഒരു മുഖപ്രസംഗം എഴുതി. ഒരു മുഖപ്രസംഗം ഒരാൾക്ക് എഴുതാം, AC ജോസിന് എഴുതാം, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കോ മുന്നണിയിൽ ആർക്കോ എഴുതാം, പറയാം. അങ്ങനെ വാമൊഴിയായും വരമൊഴിയായും ധാരാളം കാര്യങ്ങൾ പറയുകയും എഴുതുകയും ചെയ്ത് ഉണ്ടാകുന്ന അഭിപ്രായ രൂപീകരണങ്ങളുടെ ഫലമായിട്ടാണ് ഒരു സംഭവം
പിന്നെ ഒരു യാഥാർത്ഥ്യമായി തീരുക. തീർച്ചയായും അതിന്റെ ഒരു പൊതു പരിസരം. ശ്രീ കെ എൻ എ ഖാദർ, കെ പി എ മജീദ് നേരത്തെ പറഞ്ഞിരുന്നത് LDF-ലെ ഒരു പ്രമുഖ ഘടകകക്ഷികളുമായി സംസാരിച്ചിട്ടുണ്ട്, ആ പ്രക്രിയ നടക്കുകയാണ്, ഒരു കക്ഷി UDF-ലേക്ക് വരും എന്ന് തന്നെയാണ്, ഇപ്പോഴല്ല മുൻപ്. സ്വാഭാവികമായും അതിന് CPI ആണ് മറുപടി പറഞ്ഞത്, കാരണം CPI ആണല്ലോ ഉദ്ദേശിച്ചത്. ഗൗരവമായി അങ്ങനെ LDF-ൽ നിന്ന് CPI-യെ അടർത്തി മാറ്റുന്ന പ്രക്രിയ നടക്കുന്നുണ്ടോ? അല്ല, ഇത് അടർത്തി മാറ്റേണ്ടി വരില്ല. അവര് തന്നെ അധികകാലം ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിലനിൽക്കാതെ ആ മുന്നണിയിൽ നിന്ന് അവർക്ക് മാറേണ്ടുന്ന ഒരു സാഹചര്യം സംജാതമാകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മുന്നണിയെ അടർത്തി മാറ്റിക്കൊണ്ടോ ഒന്നും ഐക്യജനാധിപത്യ മുന്നണി ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ CPI നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലായല്ലോ. അപ്പോ CPI നേതാക്കന്മാർ പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ശക്തിപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി കോൺഗ്രസിനെയും BJP-യും ഒരേ സമയം തോൽപ്പിച്ച് ഒരു മൂന്നാം മുന്നണി എന്നൊക്കെയാണ് പറയുന്നത്. ഈ നല്ല വാചകങ്ങൾക്ക് ആ വാചകങ്ങളുടെ വില മാത്രമേ ഉള്ളൂ. ഒരു ആളും പുതുതായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇന്ത്യയിലാകെ അണിനിരക്കാൻ പോകുന്നില്ല. കോൺഗ്രസിനെയോ BJP-യെയോ അവർക്ക് തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. മാത്രമല്ല, ആ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് യോജിച്ചു നിന്നപ്പോഴാണ് ഇന്ത്യയിൽ അതിന് ഏറ്റവും ശക്തി ഉണ്ടായിരുന്നത്. റൈറ്റ്, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ PM മനോജ്, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും, UDF മുന്നണിയിൽ നിന്ന് കക്ഷികൾ പോയേക്കാം, അങ്ങനെ സർക്കാർ തന്നെ വീണേക്കാം എന്നൊക്കെയുള്ള മട്ടിലായിരുന്നു ചർച്ചകൾ. എങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചാണ്, LDF-ൽ നിന്ന് CPI മാത്രമല്ല മറ്റ് കക്ഷികളും പോകും എന്ന അവസ്ഥയുണ്ടോ? അധികാര രാഷ്ട്രീയം വളരെ പ്രധാനമാണല്ലോ. ഒരു ഭരണ തുടർച്ച എന്നുള്ള നിലയിലേക്കൊക്കെ UDF-ഉം വലിയ തോതിലുള്ള പിന്നോട്ടടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായേക്കാം എന്നുള്ള തരത്തിലേക്ക് LDF-ഉം കാര്യങ്ങൾ നീക്കുമ്പോൾ ഇടതുപക്ഷത്തു നിന്ന് കക്ഷികൾ പോകുന്ന രാഷ്ട്രീയ സാഹചര്യമാണോ? ഇടതുപക്ഷത്തു നിന്നല്ല, കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ, അടുത്ത തെരഞ്ഞെടുപ്പോടെ UDF-നെ മുസ്ലിം ലീഗ് വിഴുങ്ങും. കാരണം ലീഗാണ് അജണ്ട നിശ്ചയിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ, CPI-യെ മുന്നണിയിലേക്ക് വിളിക്കുന്നത് മുസ്ലിം ലീഗാണ് കോൺഗ്രസിനേക്കാൾ. അത് ലീഗാണ് UDF-ന്റെ അജണ്ട തീരുമാനിക്കുന്നത് എന്ന അവസ്ഥയിലേക്ക് UDF പോകാൻ പോവുകയാണ്. അത് അപകടകരമായ കളിയാണ്. അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അരുവിക്കര തെരഞ്ഞെടുപ്പിൽ നടത്തിയ അപകടകരമായ കളി, അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ പോളറൈസേഷൻ ഉണ്ടായി, കൺസോൾട്ടേഷൻ ഉണ്ടായി. അതിൽ ഒരു കൺസോൾട്ടേഷനും ബാധകമല്ലാത്ത ഒരേ ഒരു വിഭാഗം LDF ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അവിടെ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഇല്ല, ഭൂരിപക്ഷ കൺസോൾട്ടേഷൻ ഇല്ല. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയാണ് ഈ BJP-ക്ക് രാജഗോപാലിന് അവർ 2ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളെ കൂട്ടിക്കൊടുത്തത്. അങ്ങനെ ഒരേ സമയം BJP-ക്ക് ആളെ കൂട്ടിക്കൊടുക്കുകയും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടി അടുത്ത ഘട്ടത്തിൽ അനുഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ UDF-ൽ ലീഗ് നിശ്ചയിച്ച അജണ്ട എന്ന് പറഞ്ഞല്ലോ, അത് 5ാം മന്ത്രി വിവാദം മുതൽ ഏറ്റവും ഒടുവിൽ നിലവിളക്ക് വിവാദം വരെ. ഇപ്പോൾ സ്കൂളുകളിൽ പെൺകുട്ടികൾ ഈ കലാമത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നതടക്കമുള്ള ഫത്വ ഇറങ്ങുന്നു. കോൺഗ്രസിനൊന്നും മിണ്ടാനില്ല. ലീഗ് എന്ത് പറയുന്നു അതനുസരിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് പോവുകയും അതിൻ്റെ ആനുകൂല്യം വർഗീയ ധ്രുവീകരണത്തിൻ്റെ തലത്തിൽ BJP എടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലേക്ക്. പക്ഷേ ശ്രീ PM മനോജ്, പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ശരിയാണ്, നിങ്ങൾക്ക് അനുകൂലമായി കൺസോളിഡേഷൻ ഇല്ല, ന്യൂനപക്ഷ കൺസോളിഡേഷനും ഇല്ല, ഭൂരിപക്ഷ കൺസോളിഡേഷനും ഇല്ല. ഘടകകക്ഷികൾ നോക്കുമ്പോൾ മറുവശത്ത് അങ്ങനെ ധ്രുവീകരണം ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള വഴി ദുഷ്കരമാണ്. കേരളം മുഴുവൻ സെക്യുലറാണ് എന്നൊക്കെ ചിന്തിക്കുന്ന കാലം പണ്ടാണ്. ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് UDF പക്ഷത്തുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത് അപ്പുറത്തു നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുമെന്ന്. അല്ല, ഏതെങ്കിലും ഒരു കക്ഷി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ചാടിയാൽ മാറുന്നതാണ് വോട്ട് രാഷ്ട്രീയം എന്നാണ് പറയുന്നതെങ്കിൽ, ഈ RSP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് UDF-ലേക്ക് പോയ പാർട്ടിയാണ് RSP. ആ പാർട്ടി കഴിഞ്ഞ എല്ലാ കാലത്തും ഈ അരുവിക്കര മണ്ഡലത്തിൽ മത്സരിച്ച പാർട്ടിയാണ്. അവർക്ക് 5000 വോട്ടുണ്ടെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ RSP-യുടെ വോട്ട് LDF-നായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ UDF-നാണ്. അങ്ങനെയാണെങ്കിൽ 5000 വോട്ട് UDF-ന് കൂട്ടണ്ടേ? അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കക്ഷികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ ഭരണത്തിൻ്റെ അവസാനത്തെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി മറുകണ്ണം ചാടാം എന്ന് കരുതുന്ന അധികാര രാഷ്ട്രീയക്കാരുടെ മാറ്റം കൊണ്ട് മാറുന്നതല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയം. മറിച്ച് 1-2 സീറ്റ് എന്നതിലുപരി ഈ വർഗീയ ധ്രുവീകരണത്തിനെതിരെ,
ഈ ഭൂരിപക്ഷ വർഗീയതയുടെ ആക്രമോത്സുകമായ ഇടപെടലിനെതിരെ നിൽക്കുക എന്നതാണ്, ഈ വർഗീയ ധ്രുവീകരണത്തിന് പൊരുതുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നിലുള്ള കടമ. ശരി, അതാണ് CPIM നിലപാട്. ദയവായി തുടരുക. ശ്രീ അജയ് തറയിൽ, സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പൊക്കെ ആകെ വരുമ്പോൾ UDF-നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സീറ്റ് വിഭജനമാണ്. കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവകാശവാദം ഉന്നയിക്കും, പിന്നെ അത് പരിഹരിക്കലൊക്കെയാണ് നേതാക്കളുടെ ഏതാണ്ട് ഒരു മാസത്തോളമുള്ള പണി. അങ്ങനെ വലിയ തോതിലുള്ള ഇപ്പോൾ തന്നെ ആൾപ്പെരുപ്പമുള്ള വളരെ ശക്തിയുള്ള 3 പാർട്ടികളുള്ള ഒരു മുന്നണിയിലേക്ക് പിന്നെയും കക്ഷികളെ കൊണ്ടുവരുന്നത് ശരിയാകുമോ? അവർക്കൊക്കെ കൊടുക്കാൻ സീറ്റ് എവിടെ? അതൊക്കെ പ്രായോഗികമാകുമോ? സീരിയസ് ആയി നിങ്ങൾ LDF-ൽ നിന്ന് ആരെങ്കിലും UDF-ലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ സീരിയസ് ആയിട്ടല്ലല്ലോ ആ മുഖപ്രസംഗം എഴുതിയത്. കേരള രാഷ്ട്രീയത്തിലെ വരാൻ പോകുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ CPI എടുക്കേണ്ട ഒരു രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് വീക്ഷണം പറഞ്ഞു. ഇതിനപ്പുറത്തേക്ക് CPI വന്നാലേ UDF ശക്തിപ്പെടൂ, CPI വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അധികാരം പിടിക്കാൻ പറ്റൂ എന്ന ധാരണയൊന്നും ഞങ്ങൾക്കില്ല. CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ CPM-നെ പോലെ തീവ്രമായ കോൺഗ്രസ് വിരോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അവിടെ രാഷ്ട്രീയ ലൈൻ എന്ന് പറയുന്നത് ശ്രീ സത്യൻ മൊകേരി ഇവിടെ ആഗോള സാമ്പത്തിക നയത്തെക്കുറിച്ചും പുതിയ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും. കാരണം UPA ഗവൺമെൻറ് പിന്തുണച്ചപ്പോഴും കേരളത്തിൽ കോൺഗ്രസിനെ പിന്തുണച്ചപ്പോഴും കോൺഗ്രസ് ഈ നവ ലിബറൽ എന്ന് പറയുന്ന അവർ പറയുന്നതോ അല്ലെങ്കിൽ ഇന്ന് നമ്മളൊക്കെ പറയുന്ന കാലികമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അതിൻ്റെ പിന്നിൽ നിന്ന് തുള്ളിയിട്ടുള്ളവരാണ് കേരളത്തിലെ CPI. അത് മാത്രമല്ല, കേരളത്തിലെ CPI സുധാകരൻ പറയുന്നത് കേട്ടു, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ബദൽ ഉണ്ടാക്കാൻ പോകുന്നു എന്ന്. സുധാകരൻ ഇപ്പോൾ നടക്കുന്നത് ബീഹാറിൽ കോൺഗ്രസ് ഉള്ള ലാലു പ്രസാദ് യാദവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് 2-3 സീറ്റ് CPIക്ക് വാങ്ങുന്നതിനെ കുറിച്ച് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ആന്ധ്രയിൽ CPI കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അവർക്ക് രാഷ്ട്രീയമായി ഇന്ത്യയിൽ പശ്ചിമ ബംഗാളിലും കേരളത്തിലും മാത്രമാണ് CPI ഇടതുപക്ഷത്തിലുള്ളത്. ശരി, അത് ശരിയാണല്ലോ. ഒരു ഭട്ടിണ്ട പാർട്ടി കോൺഗ്രസിന്റെ സമയത്തുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല അന്നത്തേതുപോലെയുള്ള ഇടതുപക്ഷ ബദൽ അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളുടെ ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളതിനേക്കാളൊക്കെ കോൺഗ്രസുമായുള്ള സഖ്യത്തിന് പ്രസക്തിയുള്ള കാലമാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ശ്രീ അജയ് തറയിൽ സൂചിപ്പിച്ചതുപോലെ ജനറൽ സെക്രട്ടറിയുടെ ജന്മനാട്ടിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഒപ്പമായിരുന്നു. കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കാൻ ഈ കാലഘട്ടത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല CPIയെ സംബന്ധിച്ച്. അതുകൊണ്ട് കോൺഗ്രസ് ഞങ്ങൾക്ക് തൊട്ടുകൂടാത്തവരാണ് എന്നുള്ള നിലപാട് CPIക്ക് എന്തായാലും ദേശീയ തലത്തിലില്ലല്ലോ. കോൺഗ്രസിന്റെ നയം ഇന്ന് എന്താണ്? അതാണ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന നയങ്ങള്, ആ നയങ്ങളോട് യോജിച്ചുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? കോൺഗ്രസ് ഈ രാജ്യത്തെ വിറ്റ് കാശാക്കാൻ തീരുമാനിച്ച ഒരു പാർട്ടിയാണ്. ഗ്ലോബലൈസേഷൻ പൂർണ്ണമായി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യലിസ്റ്റുന്മുഖമായി ഉള്ള ഒരു സാമ്പത്തിക പരിഷ്കരണം. ശ്രീ സത്യൻ മൊകേരി, അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തെ കുറിച്ചൊക്കെ സുധാകർ റെഡ്ഡിക്ക് ബോധ്യമുണ്ടാകുമല്ലോ. അദ്ദേഹത്തിന് തെലങ്കാനയിൽ എന്തുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസിനൊപ്പം എന്ന് അങ്ങനെയാണെങ്കിൽ ഈ നയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണെങ്കിൽ വിശദീകരിക്കേണ്ടതല്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിലെ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ ഏത് നയത്തിലാണ് കോൺഗ്രസിനോട് അഭിപ്രായ വ്യത്യാസമുള്ളതെന്ന് പറയട്ടെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഒരു ഫ്ലോർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി. ആ അഡ്ജസ്റ്റ്മെന്റ് ശരിയായിരുന്നില്ല, അത് വേണ്ടിയിരുന്നില്ല എന്നാണ് പാർട്ടിയുടെ നിലപാട്. വളരെ ക്ലിയർ ആണ് ആ കാര്യങ്ങളൊക്കെ തന്നെ. ശ്രീ സത്യൻ മൊകേരി, എത്രയോ തവണ കോൺഗ്രസ് പിന്തുണച്ച സർക്കാരിൽ CPIM ചേർന്നിരുന്നില്ലെങ്കിലും CPI ചേർന്നിട്ടുണ്ട്. CPM-ന്റേതുപോലെയുള്ള നിലപാട് CPIക്ക് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശ്രീ അജയ് തറയിൽ ചോദിക്കുന്നത് പോലെ ഏത് നയത്തിലാണ് അഭിപ്രായ വ്യത്യാസം? ചതുരാനന്ദ് മിശ്ര കൃഷി മന്ത്രിയായിരുന്നു. ഏത് നയത്തിലാണ് അഭിപ്രായ വ്യത്യാസം? പറയൂ. അതെ, കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസം ഏത് നയത്തിലാണ്? നിങ്ങൾക്ക് എന്താണ് നയം? ഒന്ന് പറയൂ സത്യൻ മൊകേരി. കോൺഗ്രസുമായിട്ട് CPI എപ്പോഴാണ് അകലുന്നത്? കോൺഗ്രസ് നേരത്തെ ഉന്നയിച്ചിരുന്ന സാമ്പത്തിക നയങ്ങളിൽ പിൻവാങ്ങി വിദേശ നയ സാമ്രാജ്യത്വ പക്ഷപാതപരമായ അമേരിക്ക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മടങ്ങി. ഏത് നയം? മേഖലയിൽ നിന്ന് പൂർണ്ണമായും കോൺഗ്രസ് പിന്മാറി സ്വകാര്യവൽക്കരണത്തിന് നയങ്ങളിലേക്ക് പോയി. അത്തരം വലതുപക്ഷ വ്യതിയാനങ്ങൾ വന്നതോടുകൂടി ആ നയങ്ങളോട് CPIക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് തന്നെയാണ് CPI കോൺഗ്രസിന്റെ നയങ്ങളെ ശക്തമായി വിമർശിച്ചിട്ടുള്ളത്. ആ നയം ഞങ്ങളിപ്പോൾ തുടരുകയാണ്. അതാണ് പോണ്ടിച്ചേരി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതാണ് ആ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്, അത് രാഷ്ട്രീയമാണ്. ശ്രീ KN ഖാദർ, അങ്ങനെ രാഷ്ട്രീയ നിലപാടുള്ള ഒരു പാർട്ടിയെയാണ് നിങ്ങൾ പോന്നോളൂ, അവിടെ നിന്നിട്ട് എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നത് പോലും രാഷ്ട്രീയമല്ല. എന്തുകൊണ്ടാണ് CPI എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ, അതിൻ്റെ രാഷ്ട്രീയ മൂല്യങ്ങളെ നിങ്ങൾ ബഹുമാനിക്കാതെ ഇങ്ങനെ വന്നോളൂ എന്ന് പറയുന്നത്? അല്ല, അങ്ങനെ ബഹുമാനിക്കാതെ ഇരുന്നിട്ടില്ല. ആ പാർട്ടിക്ക് ഒരു ഓപ്ഷൻ ഇനി അത് മാത്രമേ ഉള്ളൂ എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ബഹുമാനപ്പെട്ട സുധാകർ റെഡ്ഡി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ കാനം രാജേന്ദ്രനും ഞാൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. ഞാൻ ഈ സത്യൻ മൊകേരിയൊക്കെ അതിനകത്ത് വരുന്നവരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ 1978 ഭട്ടിണ്ട പാർട്ടി കോൺഗ്രസിൽ ഞാനൊരു ഡെലിഗേറ്റ് ആയിരുന്നു. അങ്ങനെ പല 2-3 പാർട്ടി കോൺഗ്രസുകളിലൊക്കെ ഞാൻ പ്രതിനിധിയായിട്ടുണ്ട്. അന്നെല്ലാം പാർട്ടിയുടെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ സാരമായിട്ടുള്ള അന്തരമുണ്ട്. CPI എന്ന് പറയുന്ന പാർട്ടി ഇന്ന് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും ഉൾക്കൊള്ളേണ്ടതാണ്. അവർക്ക് ബീഹാർ അസംബ്ലിയിൽ 35 മെമ്പർമാരും പാർലമെന്റിൽ അനേകം അംഗങ്ങളും ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. കേരളത്തിൽ അച്യുതമേനോൻ മുഖ്യമന്ത്രി, TM അബു കൊച്ചിൻ മേയറുമായിരുന്ന കാലത്താണ് 9ാം പാർട്ടി കോൺഗ്രസ് ഒക്കെ ഇവിടെ നടന്നത്. അങ്ങനെ ശക്തമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു അന്തസ്സായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഇന്ത്യയിൽ ഉണ്ടായത് കോൺഗ്രസ് പാർട്ടി അടക്കമുള്ളവരോട് ചേർന്ന സാഹചര്യത്തിലാണ്. പിന്നെ അവർക്കൊരു അബദ്ധം പറ്റിയതാണ്. 78 പാർട്ടി കോൺഗ്രസ് മുതൽ അപ്പുറത്തേക്ക് മാറിപ്പോയതാണ്. അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തുടർന്ന് അന്ന് അതിനെ പിന്തുണച്ച് പിന്നെ അതിനുശേഷം വന്ന ഒരു ഷോക്കില് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പക്ഷത്ത് ചേർന്ന ഇപ്പൊ തന്നെ അവർ വെക്കുന്ന മുദ്രാവാക്യം ഞാൻ ഒന്നുണ്ടായിട്ട് പറയല്ല, ഇടതുപക്ഷ ശക്തികളെ മുന്നണി ശക്തിപ്പെടുത്തിയിട്ട് ഈ ഇടതുപക്ഷ മുന്നണി ശക്തമായിട്ടുള്ള സന്ദർഭത്തിലാണ് BJP അധികാരത്തിൽ വന്നത്. ശരി, അതാണ് ശ്രീ സത്യൻ മൊകേരി. അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ പശ്ചിമ ബംഗാളിൽ അധികാരം പോയതോടുകൂടി സംഘടനയും പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്. അതേ അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പിച്ച് പറയാമോ? കാരണം അരുവിക്കര കണ്ടതാണല്ലോ, ഇടതുമുന്നണി ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മ ഇടതുമുന്നണിയുടെ പരിപാടികളിൽ, പ്രചരണത്തിൽ, അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൽ ഒന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നിട്ടും തോറ്റുപോയി. അത് അടിസ്ഥാനപരമായി രാഷ്ട്രീയത്തിൽ, വോട്ടിംഗ് പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റത്തെ പ്രതിഫലിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിന്ന് ഒരു രാഷ്ട്രീയ സമരം നയിക്കുക എന്നുള്ളതൊക്കെ ഒരുപക്ഷെ പാർട്ടിയെ ശോഷിപ്പിച്ചേക്കാം എന്നൊരു ചിന്തയില്ലേ? CPIയുടെ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം ഇന്ത്യ രാജ്യത്ത് പിന്തിരിപ്പൻ ശക്തികള്, പ്രത്യേകിച്ച് വർഗീയ ശക്തികള്, ആ വർഗീയ ശക്തികൾ പുതിയ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. അത് BJP 6 വർഷം വളരെ സമർത്ഥമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവര് കേരളത്തിനകത്തും വളരെ സൂക്ഷ്മമായി കേരളത്തിന്റെ ചില ഘടകങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ജാതി ചേരിതിരിവ്, വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ്. ആ പരിശ്രമത്തിൽ അവർക്ക് ചില മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ ഗൗരവമായി ഇടതുപക്ഷവും CPIയും ഗൗരവമായി വിലയിരുത്തി അതിനെ വിന്നോവർ ചെയ്യുന്നതിന് വേണ്ടി, മറികടക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും ഞങ്ങൾ ആരംഭിക്കും. അതിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. റൈറ്റ്. ശ്രീ PM മനോജ് മുങ്ങുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് CPIയോട് UDFിലെ ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ചാടിക്കോളൂ, ഞങ്ങളുണ്ട് നോക്കാൻ എന്ന്. അത്തരത്തിൽ അരുവിക്കര ഒരു രാഷ്ട്രീയ സൂചകമായി മാറുന്നുണ്ട്. CPIഎമ്മിനെ സംബന്ധിച്ച് നമുക്ക് ബേസ് ഉണ്ട്, അത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് വോട്ടായി മാറ്റാൻ പറ്റുന്ന ബേസാണ് എന്ന് സ്വന്തം ഘടകകക്ഷികളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതാണോ വരുന്ന ദിവസങ്ങളിൽ വരുന്ന വെല്ലുവിളി? അല്ല അഭിലാഷ്, തിരിച്ചൊന്ന് ചോദിക്കേണ്ടത്, ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് മുങ്ങുന്ന കപ്പലിൽ ചാടി കയറുമോ? ഇവിടെ കോൺഗ്രസ് നേരത്തെ കാനം പറഞ്ഞതുപോലെ 444 നിന്ന് 44 ഔദ്യോഗിക പ്രതിപക്ഷമാകാൻ പോലും അർഹതയില്ലാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് ചീഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് BJPക്കാണ് വളമാകുന്നത്. നമ്മൾ ത്രിപുര സംസ്ഥാനമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് ഡിസ്റ്റന്റ് 3ാം സ്ഥാനത്തേക്കാണ് പോയത്. അല്ല, കേരളത്തിലെ കാര്യം അടക്കം പറയാം അജയ് തറയിൽ. താങ്കൾ പറയുമ്പോൾ ഇടപെട്ടില്ലല്ലോ, താങ്കൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. അതുപോലെ ഞാൻ അങ്ങോട്ട് പറയട്ടെ, കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിൽക്കുന്നു, തകർച്ചയിൽ നിൽക്കുന്നു, 44-ലെത്തി നിൽക്കുന്നു, ഔദ്യോഗിക പ്രതിപക്ഷം പോലുമല്ല. അങ്ങനെ ഒരു കപ്പലിലേക്ക് ഈ CPIയെ ക്ഷണിക്കുക ആരാ ക്ഷണിക്കുന്നത്?
മുസ്ലിം ലീഗ് ഈ മലപ്പുറം ജില്ലയും അതിന് ചുറ്റും 4, 3, 7 മണ്ഡലത്തിൽ സ്വന്തമായി ജയിക്കാനുള്ള കപ്പാസിറ്റി കൊണ്ട് കോൺഗ്രസിനെ വർഗീയതയുടെ പേരിൽ നയിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് ഈ പാർട്ടിയുടെ വലുപ്പവും ചെറുപ്പവും പറഞ്ഞ് പഴയ പ്രതാപവും പറഞ്ഞ് ഈ CPI ക്ഷണിക്കുകയാണ്. ഇതിനൊക്കെ എന്ത് ധാർമ്മികതയാണുള്ളത്? എന്നിട്ട് നമ്മൾ അതിനെ ന്യായീകരിക്കാൻ മറ്റു പല കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന അരുവിക്കര സൂചകം തന്നെയാണ്. അരുവിക്കര മതനിരപേക്ഷ വോട്ട് കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ വന്നിട്ടുണ്ട്. വർഗീയ വോട്ടുകളാണ് ഭിന്നിച്ചത്, വർഗീയ വോട്ടുകളാണ് പിടിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ BJP വരുമെന്ന ഭീതി ഉയർത്തി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കുകയും BJP ജയിക്കുമെന്ന പ്രതീതി ഉയർത്തി അത്യാവശ്യം വോട്ട് അറിയോ ആര്യനാട് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പോയി പ്രസംഗിച്ചത്. അവിടെ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്തോളൂ എന്നാണ്. കോൺഗ്രസ് വളരെ കൃത്യമായി BJPയെ കോൺഗ്രസിൻ്റെ B ടീമാക്കി അരുവിക്കര മാറ്റി. ഇത് താൽക്കാലികമായിട്ട് നിൽക്കും. പക്ഷേ ഈ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാവുമ്പോൾ, ഈ വർഗീയ ശക്തികൾ തമ്മിലടിക്കുമ്പോൾ മാറാട് കണ്ടതല്ലേ നമ്മൾ. തീർച്ചയായും ശ്രീ മനോജ്, കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ദൗർബല്യം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് 404 നിന്ന് 44 അവസ്ഥ ദേശീയ തലത്തിലാണ്. കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ ഉൾപ്പെടുന്ന മുന്നണി ഘടനാപരമായി ശക്തമാണ്. അവരെ സംബന്ധിച്ച് താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ സാമുദായികമായ വോട്ട് ബേസും ഉണ്ട്. അതുകൊണ്ട് അവരുടെ ശക്തിയുടെ കാര്യത്തിൽ അവരെ സംബന്ധിച്ച് ആശങ്കയില്ല. ഇല്ലെങ്കിൽ ഇത്ര വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമായിരുന്ന സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറുകയില്ലല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ ശക്തി ഒരുപക്ഷെ തുടരധികാരത്തിനുള്ള സാധ്യത അത് മുന്നിൽ കണ്ടാണ് അവർ ആളുകളെ വിളിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഈ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഈ മുസ്ലിം ലീഗിന് UDFന്റെ നേതൃത്വം കിട്ടാൻ പോവുകയാണ്. അതായത് കോൺഗ്രസിനെ ലീഗ് വിഴുങ്ങാൻ പോകുന്ന അവസ്ഥ, കേരള കോൺഗ്രസ് മധ്യ തിരുവിതാംകൂറിൽ സ്വാധീനം ഉറപ്പിക്കാൻ പോകുന്ന അവസ്ഥ. കോൺഗ്രസിന്റെ സ്ഥിതി എവിടെയുണ്ട്? കോൺഗ്രസിന്റെ നിലനിൽപ്പ് എങ്ങനെയുണ്ട്? അത് തകരാൻ പോവുകയാണ്. ഇത് താൽക്കാലികമായൊരു നേട്ടം. അരുവിക്കര ജയിച്ചു കയറാൻ ഇത്തരം വർഗീയ കളികൾ, ആ കളികളിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ കോൺഗ്രസ് കേരളത്തിൽ ത്രിപുരയിലേക്കാളും, പശ്ചിമ ബംഗാളിന്റെ കാര്യം പറഞ്ഞല്ലോ, പശ്ചിമ ബംഗാളിൽ എന്താ സ്ഥിതി? കോൺഗ്രസ് 4ാം സ്ഥാനത്താണ്, BJP ആണ് 3ാം സ്ഥാനത്ത്. കോൺഗ്രസ് പോകും. മുങ്ങുന്ന കപ്പല്. മുസ്ലിം ലീഗിന്റെ ഒരു യഥാർത്ഥ ശക്തി അനുസരിച്ചാണെങ്കിൽ നിയമസഭയിൽ ഒരു 40-45 സീറ്റിലെങ്കിലും കുറഞ്ഞത് മത്സരിക്കേണ്ടതാണ്. മലബാറിൽ തൃശ്ശൂരിന് വടക്കോട്ട് ഐക്യജനാധിപത്യ മുന്നണിയിലെ മുഖ്യകക്ഷി മുസ്ലിം ലീഗ് അല്ലേ? എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ ശക്തിക്കനുസരിച്ചുള്ള ഒരു ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കാത്തത്? അഭിലാഷ്, അത്ര വലിയ പ്രോത്സാഹനം മുസ്ലിം ലീഗിന് നൽകേണ്ട ആവശ്യമില്ല. മുസ്ലിം ലീഗ് ന്യായമായ വാദങ്ങൾ മാത്രമേ ഉന്നയിക്കാറുള്ളൂ. ന്യായമായ അതിന് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളാണ് അധികം അത് വാങ്ങിക്കാറുള്ളത്. വെറുതെ മുസ്ലിം ലീഗ് കുറെ അധികം സീറ്റ് ക്ലെയിം ചെയ്ത് അതെല്ലാം തോൽപ്പിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് നഷ്ടം ഉണ്ടാക്കണമെന്ന അഭിപ്രായമുള്ള ഒരു കക്ഷിയല്ല. എന്റെ സ്നേഹിതൻ ശ്രീ PM മനോജ് ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ എന്താണ്? അദ്ദേഹം മുസ്ലിം ലീഗാണ് രാജ്യം ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രീ KN ഖാദർ, മലബാറിൽ അത് ശരിയല്ലേ? നോക്കൂ, കാസർഗോഡ് ജില്ല, അവിടെ ഇപ്പോൾ ഉള്ള UDFന് ഉള്ള സീറ്റുകളിൽ 2 ലീഗിൻ്റെതാണ്. അവിടെ ഓരോ സീറ്റോ 2 സീറ്റോ കൂടി ഒരുപക്ഷെ ലീഗ് മത്സരിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. കണ്ണൂർ ജില്ലയിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ അവസ്ഥ? ഷാജി മത്സരിച്ചപ്പോൾ അഴീക്കോട് ജയിച്ചു. ഈ ലീഗിനെ സംബന്ധിച്ച് കണ്ണൂരും ക്ലെയിം ചെയ്യാവുന്നതാണ്, അതിനടുത്തുള്ള മറ്റു മണ്ഡലങ്ങൾ. ഇങ്ങനെ കോഴിക്കോടേക്ക് വന്നാൽ അങ്ങനെ ലീഗിനെ സംബന്ധിച്ച് ഒരുപാട് ക്ലെയിം ചെയ്യാനുള്ള ശക്തി നിങ്ങളെ സംബന്ധിച്ചുണ്ടല്ലോ. അല്ല, അതൊന്നും പറഞ്ഞിട്ട് ഇപ്പൊ CPIക്കാരോട് ഞങ്ങൾ പറയണത് മാതിരി ലീഗ് കൂടുതൽ ക്ലെയിം ചെയ്തുകൊണ്ടൊക്കെ ചോദിച്ചാൽ അതിനൊന്നും യാതൊരു ന്യായമില്ല. അത് ഞങ്ങൾ എത്ര ക്ലെയിം ചെയ്യണം, എത്ര മത്സരിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം, അത് വേറെ പ്രശ്നം. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ വളരെ പ്രബലമായ ശക്തിയാണ്. നേരത്തെ അഭിലാഷും പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ നിലനിൽക്കാൻ പോകുന്ന സാഹചര്യമില്ല. ഇവർ പറയുന്ന ഇടതുപക്ഷ ശക്തികളെല്ലാം ഒരുമിച്ച് നിന്നിട്ടും BJP അധികാരത്തിൽ വന്നു. ഈ ഭാരതീയ ജനതാ പാർട്ടിയെ ഇന്ത്യയിൽ തന്നെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമായത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വികൃതമായ നയമാണ്. അവരുടെ അന്ധമായ കോൺഗ്രസ് വിരോധം കൊണ്ടാണ് BJP ശക്തിപ്പെടുന്നത്. ഇപ്പോ രാജ്യത്ത് സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം അഭിലാഷ് ഞാൻ പറയട്ടെ. ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൂടെ ഭൂരിപക്ഷവും. അപ്പൊ പക്ഷേ ഭൂരിപക്ഷ സമുദായക്കാർക്ക് ഒരു പുതിയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി ശക്തിപ്പെട്ടു വന്നതുകൊണ്ട് ഇടതുപക്ഷക്കാർക്ക് ഇനി പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കും CPIക്കും ഒക്കെ ഇനി ന്യൂനപക്ഷത്തിന്റെ പിന്തുണയില്ല, ഭൂരിപക്ഷത്തിന്റെ പിന്തുണയില്ല എന്നുള്ളൊരു സാഹചര്യം സംജാതമാകും. ശ്രീ KN ഖാദർ, അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു എന്നുള്ള ആശങ്ക ന്യായമായും ഉണ്ട്. അരുവിക്കരയിലെ വോട്ടിംഗ് പാറ്റേണൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്കറിയാമല്ലോ, ന്യൂനപക്ഷങ്ങൾ തൊളിക്കോട് പഞ്ചായത്തിലൊക്കെ സംഘടിതമായി
കൺസോളിഡേറ്റഡായി UDFന് വോട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ഭൂരിപക്ഷ സമുദായങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് വോട്ട് ഡിവൈഡ് ചെയ്തു പോകുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കി നിൽക്കാനേ സാധിക്കുകയുള്ളായിരിക്കാം. പക്ഷേ അതൊന്നും അത്ര ആശാസ്യമായ രാഷ്ട്രീയ സാഹചര്യമല്ലല്ലോ. അല്ല, ഇപ്പൊ ആശാസ്യമാണോ അല്ലേന്ന് നമുക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ കഴിയില്ല. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയെ എതിർത്ത് പരാജയപ്പെടുത്തി വീണ്ടും അധികാരത്തിലേക്ക് വരാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ മതേതര ജനാധിപത്യ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. റൈറ്റ്. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്നു. ശ്രീ അജയ് തറയിൽ എന്തുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഇപ്പോഴും, അതായത് ഭരിച്ച് 4 കൊല്ലമായിട്ടും ധാരാളം വിവാദങ്ങൾ ഉണ്ടായിട്ടും ശക്തമാണ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗ് പോലെ അതിശക്തമായ ഒരു സാമുദായിക പാർട്ടിയുടെ പിൻബലം, കേരള കോൺഗ്രസ് പോലെയുള്ള മറ്റൊരു സാമുദായിക പാർട്ടിയുടെ പിൻബലം. പക്ഷേ ഇതിലൊക്കെ കോൺഗ്രസിൻ്റെ റോൾ എന്താണ് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലോ മറ്റോ ലീഗ് ഈ വലിയ ക്ലെയിം ഒന്നും ഉന്നയിച്ചേക്കില്ല എങ്കിലും അടിസ്ഥാന രാഷ്ട്രീയ യാഥാർത്ഥ്യം മലബാറിൽ UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി മുസ്ലിം ലീഗാണ് എന്നുള്ളതാണ്. മധ്യ കേരളത്തിലേക്ക് വന്നാൽ ഈ കേരള കോൺഗ്രസും സമീപകാലങ്ങളിൽ മസിൽ പെരുപ്പിക്കാൻ തുടങ്ങിയേക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ച് പതുക്കെ ആ ഹോൾഡ് അങ്ങ് കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ശ്രീ PM മനോജ് സൂചിപ്പിച്ചതുപോലെ പശ്ചിമ ബംഗാളിൽ 4ാം സ്ഥാനത്തായതുപോലെ, ത്രിപുരയിൽ 3ാം സ്ഥാനത്തായതുപോലെ കോൺഗ്രസ് എന്ന പാർട്ടി ഒരു പക്ഷേ പിന്നിലേക്ക് പോയേക്കാം. അല്ല അഭിലാഷ, ഇത് ശ്രീ മനോജ് പറഞ്ഞതിൻ്റെ ഒരു ഉത്തരവേ ഉള്ളൂ. അത് ഞങ്ങളങ്ങ് സഹിച്ചോളാം. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കോൺഗ്രസിനെ അകത്ത് കാണിക്കുന്ന അപ്രമാദിത്യം അവർക്ക് ബുദ്ധിമുട്ടില്ലോ, ഞങ്ങൾ സഹിച്ചുകൊള്ളാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഉണ്ടായ അരുവിക്കരയിലുണ്ടായ വിജയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെയോ കേരള കോൺഗ്രസിൻ്റെയോ ഒരു അപ്രമാദത്തിൻ്റെ പേരിലല്ല. കേരളത്തിലെ UDF പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന വികസനങ്ങൾ നടത്തി കാണിച്ചു കൊടുത്തു. ഞങ്ങൾ അനേകം മെഡിക്കൽ കോളേജുകൾ, അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഈ രാജ്യത്തിൻ്റെ വലിയ വികസന പ്രക്രിയ, പാവങ്ങൾക്ക് അരി 1 രൂപക്ക് 1 കിലോ 25 കിലോ അരി, അതുപോലെ പാവങ്ങളെ ടച്ച് ചെയ്യുന്ന, അല്ലാതെ അച്യുതാനന്ദൻ പ്രസംഗിക്കുന്ന പോലെ കാളമൂത്രം പോലെ കുറെ പ്രസംഗങ്ങളല്ല, ജനങ്ങളെ ടച്ച് ചെയ്യുന്ന, പാവങ്ങളെ സ്വാധീനിക്കുന്ന, വീടില്ലാത്തവന് വീട്, ഭൂമിയില്ലാത്തവന് സ്വന്തമായി ഭൂമി, ഭൂരഹിതർക്ക് ഭൂമി, അങ്ങനെയുള്ള നിരവധി വികസന പ്രക്രിയയിലൂടെ കേരളത്തിലെ പാവങ്ങളുടെ സാധാരണക്കാരുടെ മനസ്സിൽ UDF ആണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം എന്ന ഒരു യഥാർത്ഥ ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ സമഗ്രമായ വികസനം, കൊച്ചി മെട്രോ, വിഴിഞ്ഞം ഹാർബർ, അതുപോലെ കണ്ണൂർ എയർപോർട്ട്, അതുപോലെ ഇത് സ്മാർട്ട് സിറ്റി, അങ്ങനെ വലിയ വലിയ പദ്ധതികളും ഈ ഒരു രാജ്യത്തിന് മുഖച്ഛായ പെട്ടെന്ന് മാറുന്നതോടൊപ്പം തന്നെ തങ്ങളും അതാണ് കോൺഗ്രസ് എങ്ങനെ വിജയിക്കുന്നു എന്നുള്ളതിന്റെ വിശദീകരണമായി നൽകുന്നത്. സത്യൻ മൊകേരി, താങ്കൾക്ക് മടങ്ങി വരാം. കേരളത്തിൽ സാധാരണഗതിയിൽ ഓരോ 5 വർഷവും ഭരണമാറ്റം എന്നുള്ളതാണല്ലോ. ഇനി അത് നടക്കും. LDFന് അടുത്ത ടേമിൽ അധികാരത്തിൽ വരാൻ സാധിക്കുമെന്ന് CPI ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുണ്ടോ? LDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അരുവിക്കര തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടാണല്ലോ ശ്രീ അജയ തറയിലും കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പൊ വലിയ കോലാഹലം ഉണ്ടാക്കുന്നത്. അരുവിക്കരയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. 50-52% വരെ വോട്ട് പല ഘട്ടങ്ങളിലായി ആ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ലഭിച്ചിട്ടുണ്ട്. 10,000-ലധികം വോട്ടിന് കഴിഞ്ഞ തവണ വിജയിച്ചതാണ്. ഇപ്പൊ അധികാരത്തിൽ ഇരുന്നുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. തീർച്ചയായിട്ടും അവർ ജയിച്ചു. അതിനെന്താ ഇത്ര വലിയ ആളിളകാനുള്ള കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. LDFന്റെ വോട്ട് അവിടെ കുറഞ്ഞിട്ടില്ല. LDF അവിടെ ഈ വർഗീയ ധ്രുവീകരണത്തിനെതിരായി BJP ഒരു ഭാഗത്ത് നടത്തിയിട്ടുള്ള വർഗീയ പ്രചരണങ്ങള്, UDFന്റെ നേതൃത്വത്തിൽ പല തലങ്ങളിൽ നടത്തിയിട്ടുള്ള കള്ളപ്രചാര വേലകള്, ഇതിനെയൊക്കെ തന്നെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് LDFന്റെ വോട്ട് ബാങ്കിനെ സംരക്ഷിക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ സാധിക്കുമോ ശ്രീ സത്യൻ മൊകേരി? 39% നിന്ന് 32% താണില്ലേ വോട്ടിംഗ് ശതമാനം? 52,000 വോട്ട് 2014 കിട്ടിയത് 46,000 ആയില്ലേ? കേരളത്തിൽ ഇപ്പോൾ ഉള്ള പുതിയ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ഇപ്പൊ KNA ഖാദർ സംസാരിച്ചു, അജയ് തറയിൽ സംസാരിച്ചു. കേരളത്തിൽ വളരെ പ്രകടമായ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. മുസ്ലിം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശ്രമങ്ങൾ
മുസ്ലിം വർഗീയ സംഘടനകൾ നടന്ന പരിശ്രമങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് RSSന്റെ നേതൃത്വത്തിൽ RSSും അനുബന്ധ സംഘടനകളും BJPയും ചേർന്ന് നടത്തുന്ന വർഗീയ അജയതിരിവ്, ഇത് രണ്ടും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും അടിത്തട്ടിൽ നമുക്ക് വളരെ പ്രകടമായി കാണാൻ കഴിയും. ഈ വർഗീയ ധ്രുവീകരണം നടത്തുന്ന വർഗീയ ശക്തികൾക്കെതിരായി മതേതരത്വ ജനവിഭാഗങ്ങളെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിലാണ് LDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം ശരി, അതാണ് CPIക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ശ്രീ PM മനോജ്, ഇനി വളരെ ശക്തമായ വർഗീയ ധ്രുവീകരണത്തിനുള്ള അന്തരീക്ഷം ഒരുങ്ങുകയാണ് കേരളത്തിൽ എന്ന് തന്നെ വെച്ചോളൂ. അങ്ങനെയാണെങ്കിലും ഇടതുപക്ഷത്തിന് എന്ത് ചെയ്യാനുണ്ട്? വേറെ ആരെ അണിനിരത്തും? അങ്ങോട്ടേക്ക് വരാൻ ആരുണ്ട്? പാർട്ടിയുടെ എണ്ണമല്ല വിഷയം, ജനങ്ങളെ അണിനിരത്തലാണ്. തീർച്ചയായിട്ടും LDFിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നത് എന്നത് കൃത്യമായിട്ട് ഇന്നലത്തെ കോൺഗ്രസ് യോഗത്തിൽ VM സുധീരൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കോൺഗ്രസ് യോഗത്തിൽ VM സുധീരൻ പറഞ്ഞിട്ടുണ്ട് അരുവിക്കരയല്ല കേരളമെന്ന്. ഇന്ന് ജോണി നെല്ലൂർ പറഞ്ഞിട്ടുണ്ട് ഈ UDFിൽ നിന്ന് LDFിൽ നിന്ന് മാത്രമാണ് വോട്ട് ചോർന്നത് എന്ന ധാരണ വേണ്ട, UDFിൻ്റെ 10,000 വോട്ടും കൂടെ ചോർന്നിട്ടുണ്ട്. അത് ഇന്നലെ കോൺഗ്രസ് UDF യോഗത്തിൽ ചർച്ച ചെയ്തു വന്നു. യഥാർത്ഥത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് അരുവിക്കര വെച്ചിട്ട് വേണ്ട, ഇപ്പോൾ തൽക്കാലം ഉമ്മൻചാണ്ടിയുടെ നിലനിൽപ്പ് അരുവിക്കര കൊണ്ട് സാധിച്ചു എന്നതാണ് സത്യം. പക്ഷേ രണ്ടാമത്തെ കാര്യം, ഈ അരുവിക്കര തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടതുപക്ഷത്ത് സ്വാഭാവികമായും നിൽക്കേണ്ടിയിരുന്ന കുറേ വോട്ടർമാരെ അടർത്തി മാറ്റാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അത് UDFിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല മറ്റു ചില ശക്തികളുടെ ഭാഗത്തുനിന്നും നടന്നിട്ടുണ്ട്. പ്രവീൺ തൊഗാഡി ഇവിടെ വന്നത്, ചില മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ബൂത്ത് ഏജന്റുമാരെ നിർത്തിയത്, ഇത് BJP എപ്പോഴൊക്കെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നോ ആ ഘട്ടത്തിലൊക്കെ ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട് 2004 മലബാറിലേക്ക് ഒരു ആകാശത്തെ വിട്ടത്, ഓടിപ്പോയ ആകാശം അതേ വേഗത്തിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നു. അതുപോലെ ഇപ്പോഴും ഈ പിന്നോക്ക വിഭാഗങ്ങൾ അവരെയൊക്കെ ഇടതുപക്ഷത്ത് നിന്ന് അടർത്തി. അതാണ് നേരത്തെ KN ഖാദറും പറഞ്ഞത്. KN ഖാദർ, ഞാനതിന് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, KN ഖാദർ തന്നെ സമ്മതിക്കുകയാണ് ധ്രുവീകരണം നടക്കുന്നു, വർഗീയ ധ്രുവീകരണം നടക്കുന്നു, ന്യൂനപക്ഷങ്ങൾ UDFിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു, മറ്റ് ഭൂരിപക്ഷത്തെ BJP കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവർക്കല്ല, ഇവരിപ്പോൾ സന്തോഷിക്കുന്നത് ഇങ്ങനെ രണ്ട് ധ്രുവീകരണം നടന്ന ഇടതുപക്ഷം ക്ഷീണിക്കുമല്ലോ എന്നാണ്. ഇടതുപക്ഷം ക്ഷീണിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ പലപ്പോഴായി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും മറ്റാരായാലും മതനിരപേക്ഷ ശക്തികളെ ക്ഷീണിപ്പിച്ചുകൊണ്ട് ഈ വർഗീയതയെ വളർത്താനുള്ള ശ്രമം നടത്തുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ ഫലം, ആ ഫലം ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ലാത്തതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം സമാധാനമായിരിക്കും. UDF തൽക്കാലം മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. അല്ല, ഇവിടെ ശ്രീ സത്യൻ മൊകേരിയും അതുപോലെ ശ്രീ മനോജും പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിലൊരു വർഗീയ ധ്രുവീകരണം നടക്കുന്നു എന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ വളരെ നിശബ്ദനായ കാര്യത്തെക്കുറിച്ച് ഇരുന്നതാണ്. കേരളത്തിലൊരു വർഗീയ ധ്രുവീകരണം നടന്നു. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലൊരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി സഖാവ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവരെ മലപ്പുറം ജില്ലയിൽ 2 വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിൽ കൂടുതൽ പാസ്സായാൽ ശ്രീ അച്യുതാനന്ദൻ അത് മറ്റു വർഗീയതയായി ചിത്രീകരിച്ചു. അവര് ബിഷപ്പുമാരെയും അച്ഛന്മാരെയും അതിരൂക്ഷമായി വിമർശിച്ചു. അങ്ങനെ മുസ്ലിം മതത്തെയും ക്രിസ്ത്യൻ മതത്തെയും വളരെ ഓപ്പണായി വിമർശിച്ചുകൊണ്ട് ഒരു ഹൈന്ദവ ഏകീകരണത്തിന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി 10 വർഷമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ അജയ് തറയിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ തന്നെയല്ലേ ഹൈന്ദവ സമുദായത്തിലെ സമുദായ സംഘടനകളുടെ നേതാക്കളെ അതിരൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയനും VS അച്യുതാനന്ദനും ഒക്കെ വിമർശിച്ചിട്ടുള്ളത്? വ്യാജ ദൈവങ്ങളെ, ആൾ ദൈവങ്ങളെയൊക്കെ ശക്തമായി വിമർശിക്കുകയും നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഹൈന്ദവ ഏകീകരണം ഉണ്ടാക്കാൻ CPIM ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാനാണ്? ഞാൻ പറഞ്ഞത് കേൾക്കൂ. എന്നിട്ട് ആ ഹൈന്ദവ വികാരങ്ങൾ തമ്മിൽ ആരാണ് ശക്തി എന്ന പരീക്ഷ നടത്തിയപ്പോൾ ഇപ്പോൾ BJPക്കാണ് കൂടുതൽ മുൻതൂക്കം കിട്ടിയത്. അതുകൊണ്ട് CPM വർഗീയവൽക്കരിച്ച, വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ച ശക്തികൾ BJPയോട് കൂടെ പോയി. അതാണ് കാലികമായ രാഷ്ട്രീയം. ഞങ്ങൾ എന്നും മതന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ പ്രോ മൈനോറിറ്റി രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ഒരു വർഗീയവാദമല്ല, അത് മതേതരത്വമാണ്. അതാണ് ഞങ്ങളുടെ വ്യത്യാസം. ഇന്ത്യയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഈ അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നടത്തിയ ഒരു സർവേയിൽ അവിടെയുള്ള 2% ആളുകൾ കാർത്തികേയന്റെ മരണം അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്നു.
അതുപോലെ ഈ അരുവിക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാര്യം ശ്രീ അജയ് തറയിൽ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ UDF ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ഞാൻ ചിരിച്ചുപോയി. എന്തൊക്കെ നേട്ടങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതും കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് UDF ന്യൂനപക്ഷ പാർട്ടിയാണെന്ന്. അപ്പോൾ ഈ രാജ്യത്ത് ഭൂരിപക്ഷ സമുദായങ്ങളില്ലേ? അപ്പോൾ ഞങ്ങൾ ന്യൂനപക്ഷത്തിൻ്റെ അടുത്തോളം BJP വന്ന് ഭൂരിപക്ഷത്തെ മൊത്തം കൊണ്ടുപോയി ഇടതുപക്ഷത്തെ തകർത്താൽ മതി എന്ന ഇവിടെ വർഗീയ ധ്രുവീകരണം നടക്കുന്നു എന്ന് പറഞ്ഞ് ഞാനല്ല. ഇവിടെ ശ്രീ KNA ഖാദറാണ്. അദ്ദേഹം പഴയ CPI-കാരാണ്. കമ്മ്യൂണിസ്റ്റ് ബോധവും ഒക്കെ പണ്ടുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഇവിടെ വർഗീയ ധ്രുവീകരണം നടത്തുകയാണ്. ന്യൂനപക്ഷങ്ങൾ ഒരു ഭാഗത്ത് UDF-ന്റെ ഭാഗത്ത് നിൽക്കുന്നു, മറ്റേ ഭൂരിപക്ഷത്തെ BJP കൊണ്ടുപോകുന്നു എന്ന്. എന്താണ് ശ്രീ അജയ് തറയിൽ കേട്ടില്ല? അല്ല, ഞാൻ കേട്ടു. ഞാൻ വളരെ കൃത്യമായി കേട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം കേട്ടില്ലായിരിക്കാം മനോജ്. അദ്ദേഹത്തിന്റെ ചെവിട്ടിൽ ഞാൻ പറഞ്ഞത് പ്രോ മൈനോറിറ്റി, ഞങ്ങൾ മൈനോറിറ്റിയോട് ആഭിമുഖ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിൽ കോൺഗ്രസ്. അത് മഹാത്മാഗാന്ധി ഞങ്ങൾക്ക് തന്ന ഒരു ദീപശിഖയാണ്. ഒരു സഹായിക്കുമെന്ന് കോൺഗ്രസ് ചോദിച്ചാൽ ഞാൻ മൈനോറിറ്റിയെ സഹായിക്കുമെന്ന് പറയും. അതാണ് കോൺഗ്രസിന്റെ സംസ്കാരം. ശരി ശരി ശരി, അതുകൊണ്ട് ആ തർക്കത്തിൽ നിന്ന് ശ്രീ KNA ഖാദർ അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിനു മുൻപ് നടന്ന നെയ്യാറ്റിൻകര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ വോട്ടിംഗ് പാറ്റേണിൽ അല്ലെങ്കിൽ ഈ സാമുദായികമായി ഉണ്ട് എന്ന് പറയുന്ന ആ വോട്ടിംഗ് രീതിയിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? കഴിഞ്ഞ ഒരു 10 വർഷം മുൻപുള്ള കേരളമല്ലേ ഇപ്പോഴത്തെ കേരളം? അഭിലാഷ്, ഇതില് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഇപ്പൊ നേരത്തെ വിളിച്ചു പറഞ്ഞല്ലോ, അരുവിക്കര അല്ല കേരളം. ഞാൻ അതിനോട് കൂടി ഒരു വാക്കും കൂടി ചേർക്കുക, കേരളമല്ല ഇന്ത്യ. ആ വാക്കും കൂടി പറഞ്ഞെങ്കിലേ നമ്മുടെ മുമ്പിലുള്ള ഈ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. കോൺഗ്രസ് എത്ര ദുർബലമാണെങ്കിലും എന്ത് ബലഹീനതകൾ ഉണ്ടെങ്കിലും ഇവരൊക്കെ പറയുന്ന എന്ത് കുഴപ്പങ്ങൾ കോൺഗ്രസിന് സമ്മതിച്ചു കൊടുത്താലും ഇല്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വർഗീയ ഫാഷിസത്തെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഇന്ത്യയിൽ ആകെ എല്ലാ പ്രദേശത്തും പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു രാഷ്ട്രീയ കക്ഷി പാർലമെന്റിൽ എത്ര മെമ്പർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അതിന്റെ കൂടെ നിൽക്കുന്ന ഘടക കക്ഷികളെല്ലാം ചേർന്ന് ശക്തിപ്പെടുത്തി മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രമേ BJPയെ നേരിടാൻ സാധിക്കുള്ളൂ. ഇടതുപക്ഷം വിചാരിച്ചാൽ ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താനോ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനോ സ്വന്തമായി നിലനിൽക്കാനോ സാധിക്കുകയില്ല. പശ്ചിമ ബംഗാളിൽ പോലും BJP അധികാരത്തിൽ വരാതിരുന്നത് ഇടതുപക്ഷം പോയപ്പോൾ അവിടെ ഒരു തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമായിരുന്നു. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമാണ് കേരളം എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ കോൺഗ്രസ് വിരോധം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പൊ തുടങ്ങിയതല്ല. 1948 മുതൽ അവർ കൊണ്ടു നടക്കുന്ന ഒരു നയാണത്. അന്ധമായ കോൺഗ്രസ് വിരോധം കൊണ്ടാണ് ജനസംഘവും ഭാരതീയ ജനതാ പാർട്ടിയും ഒക്കെ ഇന്ത്യയിൽ ആദ്യമായി അധികാരത്തിൽ വന്നത്. അവർ വളർന്ന് പടർന്ന് പന്തലിച്ച് ആയിക്കോട്ടെ. ശ്രീ KNA ഖാദർ, ഞാൻ ചോദിക്കുന്നത് ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ BJPയെ എതിരിടാൻ വേണ്ടി നിങ്ങളൊക്കെ, അതായത് CPIM-ഉം കോൺഗ്രസും ലീഗും CPI-ഉം ഒക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ടി വരുമെന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൂട്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിശാലമായ ഒരു മതേതര സഖ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരായി വളർന്നു വരണം. അതിന്റെ കൂടെ നിൽക്കാൻ ഇവർ തയ്യാറുണ്ടോ ഇല്ലേ എന്നാണ് ചോദ്യം. ശ്രീ സത്യൻ മൊകേരി, അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലും ഉണ്ടാകുമോ? ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ തകർച്ചയ്ക്ക് എന്താണ് കാരണം? അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഒരു അംഗീകൃത പ്രതിപക്ഷ കക്ഷി പോലും അല്ലാതായ മാറിയ കാരണം എന്താ? ആ പാർട്ടി കേരളത്തിൽ ഇന്ത്യയിൽ കൈക്കൊണ്ടിട്ടുള്ള നയങ്ങളാണ് വർഗീയ പ്രീണന നയം. ഓരോ സ്ഥലത്തും ജയിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള വർഗീയ പീഡന നയങ്ങള്, ജനദ്രോഹ നയങ്ങള്, ഭൂരിപക്ഷം ജനവിഭാഗങ്ങളെ അവഗണിച്ചത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് തകർന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ നയമാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം. നയങ്ങൾ തുടരുന്ന ഒരു പാർട്ടിയോട് എങ്ങനെയാണ് യോജിപ്പ്? അതാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. മറ്റൊന്ന്, ശ്രീ അജയ് തറയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇടതുപക്ഷം ഹിന്ദുക്കൾക്കെതിരാണ് എന്നൊരു പ്രചാരവേല. അത് കോൺഗ്രസ് മാത്രമല്ല നടത്തുന്നത്. അജയ് തറയിൽ മനസ്സിലാക്കണം, BJP അതാ പ്രചാരവേല നടത്തുന്നത്. BJPയും കോൺഗ്രസും ഇടതുപക്ഷത്തിനെതിരായി നടത്തുന്ന പ്രചാരവേലയാണ് ഇടതുപക്ഷം ഹിന്ദുക്കൾക്കെതിരാണ്. ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപിച്ചത്. അതെ, ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസാണ് അതാണ്. മനോജ്, BJP ആരോപിക്കാറുണ്ട് ചില മണ്ഡലങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് തോന്നുമ്പോൾ ഒരു ക്രോസ് വോട്ടിംഗ് നടക്കാറുണ്ട് എന്ന്. അതേപോലെ
ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ BJP ജയിക്കാതിരിക്കാൻ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരക്കേണ്ടി വരുന്നത്ര ഭീഷണമായ രീതിയിൽ കേരള രാഷ്ട്രീയം മറിയുമോ? കേരളത്തിൻ്റെ രാഷ്ട്രീയം, ഞാൻ പറഞ്ഞു, കേരളത്തിൻ്റെ രാഷ്ട്രീയം, മുന്നണി രാഷ്ട്രീയവും എല്ലാം ഒരു പ്രത്യേക തലത്തിലേക്ക് പോവുകയാണ്. ആ ഒരു വിഭജനം അത് അരുവിക്കരയിൽ തുടങ്ങിക്കഴിഞ്ഞു. ആ അരുവിക്കരയിൽ തുടങ്ങിയത് ഒരു ഭാഗത്ത് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയവും മറുഭാഗത്ത് ഏത് വർഗീയതയായാലും, രണ്ട് വർഗീയതയും പരസ്പര പൂരകങ്ങളാണെന്നാണ് ഞാൻ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴിവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അരുവിക്കരയിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് BJPക്കെതിരായ ഒരക്ഷരം, BJP ഇവിടെ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തി, BJP ഒരുപാട് വർഗീയ ധ്രുവീകരണത്തിലുള്ള ശ്രമങ്ങൾ നടത്തി. ഈ KNA ഖാദറിൻ്റെ പാർട്ടിയോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന അവർ സങ്കല്പിക്കുന്ന ഇന്ത്യയിലാകെ ഈ BJP അട്ടിമറിക്കാൻ വേണ്ടി ആകെ ഒരു ശക്തിയുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണെന്നല്ല പറയുന്നത്. ഈ കോൺഗ്രസ് ഫലപ്രദമായി BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിരോധം കാഴ്ചവെച്ചിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, കോൺഗ്രസും BJPയും തമ്മിൽ ഏത് തരത്തിലാണ് വേറിട്ട് നിൽക്കുന്നത്? നയങ്ങളൊന്നാണ്. ഈ നവലിബറൽ നയങ്ങൾ എന്താണെന്ന് അജയ് തറയിൽ അറിയില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. ഈ നവലിബറൽ നയങ്ങളുടെ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലായാലും കോൺഗ്രസും BJPയും ഒന്നാണ്, വർഗീയതയിൽ ഒഴിച്ച്. എന്നാൽ BJP തീവ്ര വർഗീയത നടപ്പാക്കുന്നു. ആ വർഗീയതയുടെ മൃദുഭാവം ചൂഷണം ചെയ്തുകൊണ്ട് ആളുകളെ വോട്ട് സമാഹരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. ഇത് രണ്ടും അറിഞ്ഞുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന KNA ഖാദർ അദ്ദേഹം അട്ടിമറിച്ചതാണ്. അതായത് CPIയിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് CPI മോശമാണ് എന്ന് കരുതി പോയത് മുസ്ലിം ലീഗിലാണ്. ആ മുസ്ലിം ലീഗിനെ കൊണ്ട് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുകയും കേരളത്തിലെ അധികാര രാഷ്ട്രീയം നുണയാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അല്ലാതെ ഇതിലപ്പുറം ഇതിന് ദാർശനികതയൊന്നും ഇതിലില്ല. ഇത് ന്യൂനപക്ഷങ്ങൾ മുസ്ലിം വോട്ട് മുസ്ലിം ലീഗിൻ്റെ പേരിലും ക്രിസ്ത്യൻ വോട്ട് കേരള കോൺഗ്രസിന്റെ പേരിലും സമാഹരിച്ച് സ്വന്തം ചിറകിനടിയിൽ വെക്കണം. അതോടൊപ്പം തന്നെ അല്പം സ്വല്പം ഹിന്ദു വോട്ട് അവിടുന്ന് ഇവിടുന്ന് കിട്ടണം. അതല്ലാത്ത വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പോവുകയാണെങ്കിൽ, അങ്ങനെ തോന്നിയാൽ അത് കൊണ്ടുപോയി BJP കൊടുക്കണം. തൽക്കാലം നിൽക്കാൻ അത് മാത്രം മതി. അതാണ് UDFന്റെ അപകടകരമായ തന്ത്രം. അത് KNA ഖാദറും തിരിച്ചറിയുന്നില്ല, അജയ് തറയിലും തിരിച്ചറിയുന്നില്ല. വരും ദിവസങ്ങളിൽ ഹിന്ദു വോട്ട്, മുസ്ലിം വോട്ട് എന്നൊക്കെയാണ് ഇനി വോട്ടിംഗ് എങ്കിൽ അത് ഗുണകരമാകുമോ? ഒരിക്കലുമില്ല അഭിലാഷേ, ഒരിക്കലുമില്ല അഭിലാഷേ. അരുവിക്കരയിലെ 153 ബൂത്തിൽ 25 ബൂത്ത് ഒഴിച്ച് മുഴുവൻ ബൂത്തിലും UDF ആണ് ലീഡ് ചെയ്തത്. അവിടെ മുസ്ലിങ്ങളുള്ള ബൂത്തിലും ക്രിസ്ത്യാനിയുള്ള ബൂത്തിലും ഹിന്ദുക്കളുള്ള ബൂത്തിലും UDF ആണ് ലീഡ് ചെയ്തത്. അതിൻ്റെ അർത്ഥം അരുവിക്കരയിൽ മത്സരിച്ച ഏറ്റവും വലിയ മതേതരത്വ പാർട്ടി കോൺഗ്രസ് ആണെന്നാണ്. ഒരു കാര്യം കൂടി പറയട്ടെ. ശ്രീ മനോജ് ഇവിടെ നവനിബറൽ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. നവനിബറൽ എന്ന് പറയുന്ന ആശയം ഉണ്ടാകുന്നത് 90കളിലാണ്. അത് അന്ന് പുത്തൻ സാമ്പത്തിക നയമാണ്. ആ 90കളിൽ ഈ രാജ്യത്തുണ്ടായ, ലോകത്ത് മുഴുവനുണ്ടായ ഈ രാജ്യത്തെ സാമ്പത്തിക ഉദാരവൽക്കരണവും അതുപോലെയുള്ള സാമ്പത്തിക നയങ്ങളെയാണ് നവനിബറൽ നയം എന്ന് പറയുന്നത്. അന്ന് ഗോർബച്ചോവ് റഷ്യയിൽ അത് പരീക്ഷിക്കാൻ ശ്രമിച്ചു. ചൈന അത് പൂർണ്ണമായി എടുത്തു. ആ നവനിബറൽ തത്വങ്ങൾ മുഴുവൻ പൂർണ്ണമായി എടുത്തത് കൊണ്ട് നമുക്ക് ഈ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് വിശദമായ ചർച്ച കൊണ്ടുപോകാൻ മാത്രം സമയമില്ല. ശ്രീ അജയ് തറയിൽ എന്തായാലും അരുവിക്കര ഒരു ദിശാസൂചകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരള രാഷ്ട്രീയം എങ്ങോട്ട് ചലിക്കും എന്നതിന്റെ സൂചകം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ അനുരണനങ്ങൾ വരും ദിവസങ്ങളിലും തുടരും എന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ PM മനോജ്, ശ്രീ അജയ് തറയിൽ, ശ്രീ KNA ഖാദർ, ശ്രീ സത്യൻ മൊഗേരി.